പ്ലം കേക്ക് ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് പ്ലം കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. ടൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുന്തിരിയും കുറച്ച് ഡേറ്റ്സ് നുറുക്കിയതും ചെറിയും. ഇതിലേക്ക് 1/2 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിൽ വെക്കുക. ഓവർനൈറ്റ് വെച്ചാൽ നല്ലത്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് എടുക്കുക. സ്റ്റീൽ പാത്രം ആണെങ്കിൽ പെട്ടെന്ന് കാരമലൈസ്ഡ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കട്ടൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് അങ്ങ് അലിഞ്ഞോളും. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ജാം ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ ഇപ്പം ഓറഞ്ചിൻ്റെ ജാമ ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് ഇടഞ്ഞിട്ട് എടുക്കണം കേട്ടോ, അരിച്ചെടുക്കണം. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അടുത്തതായിട്ട് 100 ഗ്രാം ബട്ടർ നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. സോൾട്ടഡോ അൺസോൾട്ടഡോ ഏത് വേണമെങ്കിലും ബട്ടർ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കണം. 2 മുട്ട 1/1 ആയിട്ട് ചേർക്കുക. രണ്ടാമത്തെ മുട്ടയോടൊപ്പം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പോർഷനായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ പോർഷൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പോർഷൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഡെൻസ് ആയിട്ടുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ അധികം ചേർക്കുക. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല സോഫ്റ്റ് കേക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓവനിലല്ല ചെയ്യുന്നത്, നോൺസ്റ്റിക്ക് പാനിൽ സോസ് പാനിൽ ബട്ടറും മൈദ ഒക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി മേലെ ഇട്ട് കൊടുക്കുക. ഇനിയൊരു തവയുടെ മേലിൽ ഇത് നമുക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഏതാണ്ട് 1 മണിക്കൂർ എടുക്കട്ടെ ഇത് കുക്കായി കിട്ടാം. എന്നാലും മേലെ വശം വെന്ത് കിട്ടില്ല, കാരണം നമ്മൾ ഓവനിലല്ലോ. അപ്പോൾ മറിച്ചിട്ടിട്ടും കൂടി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി പിറ്റേ ദിവസം കട്ട് ചെയ്യുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പക്ഷേ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കൂളായതിന് ശേഷം. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നമ്മുടെ നോർമൽ പ്ലം കേക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഇത് ഇഷ്ടമാവും, കാരണം ചോക്ലേറ്റിൻ്റെ ഒരു മൈൽഡായിട്ടുള്ള ഫ്ലേവറിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.